ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന പെരുംജീരക വെള്ളം വയർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിനൊപ്പം മറ്റു ചില ചേരുവകൾ കൂടി ചേർക്കുന്നുമുണ്ട്. ഈ പ്രത്യേക പാനീയത്തിനായി പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചിപ്പൊടി, കറുവാപ്പട്ട പൊടിച്ചത്, നാരങ്ങനീര്, തേൻ എന്നിവയാണ് വേണ്ടത്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ഇഞ്ചിപ്പൊടി, 1/4 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത് എന്നിവ 1 കപ്പ് ചൂടുവെള്ളത്തിൽ കലർത്തുക. ഇതിൽ നാരങ്ങനീരും തേനും ചേർത്ത് ഉപയോഗിക്കാം. ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. തലച്ചോർ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ മാറ്റി നിർത്താൻ പെരുംജീരകത്തിന് കഴിയും. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പെരുംജീരകത്തിന് സാധിക്കും, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ. ഗ്ലൂക്കോമയുള്ള രോഗികൾക്ക് ഇത് വളരെ ഉപകാരപ്രദവുമാണ്. പെരുംജീരകത്തിലെ അനിത്തോൾ, സിനിയോൾ തുടങ്ങിയ കെമിക്കലുകൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ്. ചുമയും കഫക്കെട്ടും മാറാൻ പെരുംജീരകം നല്ലതാണ്. ആസ്മ, അലർജി പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ല മരുന്നാണ് ഇത്. ശ്വാസം ശുദ്ധീകരിക്കാനും പെരുംജീരകം കഴിക്കുന്നത് ഗുണം ചെയ്യും. രക്തത്തെ ശുദ്ധീകരിക്കാനും പെരുംജീരകത്തിന് കഴിയും. രക്തത്തിലെ ടോക്സിനുകൾ ഇത് നീക്കം ചെയ്യുന്നു. വാതരോഗികൾക്ക് പറ്റിയൊരു മരുന്നാണ് പെരുംജീരകം. രക്തത്തിലെ യൂറിക് ആസിഡ് നീക്കം ചെയ്യാൻ പെരുംജീരകത്തിന് സാധിക്കും. സ്ത്രീകൾക്ക് പറ്റിയ നല്ലൊരു ഭക്ഷണമാണ് പെരുംജീരകമെന്ന് പറയാം. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, ആർത്തവ സമയത്തെ ശരീരവേദനകൾ എന്നിവയ്ക്കുള്ള നല്ലൊരു മരുന്നാണ് ഇത്. ഭക്ഷണത്തിന് ശേഷം ഹോട്ടലുകളിൽ പെരുംജീരകം തരും. ദഹനത്തെ സഹായിക്കുന്ന പെരുംജീരക ഗുണമാണ് ഇതിന് കാരണം. ഇതിലെ ഫൈറ്റോ ഈസ്ട്രജനുകളാണ് ഈ ഗുണം നൽകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്.